ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റവ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. റവ ഒരുപാട് ഫൈനായി പൊടിയില്ല, ചെറിയ തരി ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് അരക്കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അരക്കപ്പ് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം കമ്മി മതി ആയതുകൊണ്ടാണ് അരക്കപ്പിൽ ഒരല്പം കുറച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തന്നെ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുളിയുള്ള തൈര് ഇതിന് അത്രക്ക് ടേസ്റ്റ് ആവില്ല. അപ്പോൾ പുളിയില്ലാത്ത തൈര് കൂടെ പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഇത് കുറച്ചൊന്ന് തിക്കായ രീതിയിലാണുള്ളത് കേട്ടോ. നമ്മൾ ഓയിലും കൂടെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മളുടെ പൊടിച്ചു വെച്ചിട്ടുള്ള റവ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രം ചേർത്താലും മതിയാകും. ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരം, അപ്പസോഡ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ റവ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെക്കുന്ന സമയത്ത് റവ നമ്മൾ ചേർത്തിട്ടുള്ള ഈ എന്താ പറയുക തൈരും ഇതൊക്കെ അങ്ങോട്ട് വലിച്ചു കുടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, റവ ഒന്ന് ടൈറ്റായി വന്നിട്ടില്ലേ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പോൾ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം അധികം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ ബൗളിലാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു പാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം. അപ്പോൾ അതിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേക്ക് ടിന്നൊന്നും ഇല്ലാത്തവർക്കും ഇതേപോലെ സ്റ്റീൽ ബൗളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് വെച്ചിട്ട് ഞാനൊരു 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മളിതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കിയതെങ്കിലും അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ 45 മിനിറ്റാണ് ഇത് ബേക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. ബേക്കിംഗ് ടൈം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെയിമിനും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓവൻ സെറ്റപ്പിനും ഒക്കെ അനുസരിച്ച് നമ്മൾ കേക്ക് നമ്മൾ എന്താ പറയുക ബാറ്റർ ഒഴിച്ച് വെക്കുന്ന ആ പാത്രത്തിനൊക്കെ അനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഇപ്പോൾ നോക്കാം, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി എഗ്ലെസ് റവ കേക്ക് നമുക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്തവർക്കും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ ഒപ്പവും കൊടുക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഓവൻ സെറ്റപ്പും നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു പാത്രത്തിലും നമുക്ക് ഓവൻ സെറ്റപ്പും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓളെന്ന ഓപ്ഷൻ തന്നെ സ്വീകരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.